തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിന് വീണ്ടും ജനകീയ മുഖം. കോൺഗ്രസ് ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രനായെങ്കിലും PH ഉമ്മറിനെ നാട്ടുകാർ കൈവിട്ടില്ല. ചേർപ്പ് പടിഞ്ഞാറ്റുമുറി സ്വദേശിയാണ് പണിക്കശ്ശേരി വീട്ടിൽ ഉമ്മർ. പാരമ്പര്യമായി കോൺഗ്രസ് വേരുകളുള്ള കുടുംബമാണ് PH ഉമ്മറിന്റേത്. സ്വന്തം അംബാസിഡർ കാറിൽ ഡ്രൈവറായി ജോലി ചെയ്ത് ജീവിതം തുടങ്ങിയ ഉമ്മറിന് കാലം സമ്മാനിച്ചത് ജനകീയ മുഖച്ഛായയാണ്. നാട്ടുകാരുടെ സുഖദുഃഖവേളകളിലെല്ലാം ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രകടമാണ്. നസീമയാണ് ഭാര്യ. നിസാമുദ്ദീൻ, ഉനൈസ്, നബിൽ, നിഹാൽ എന്നിവർ മക്കളും നഗിന, ഷിഫാന എന്നിവർ മരുമക്കളുമാണ്. മാതാവ് ഉമ്മൈബ, പേരക്കുട്ടികളായ ഐസൽ, സാഫ്, ഇവ, ഐലിൻ എന്നിവരും ഉമ്മറിനൊപ്പമാണ് കഴിയുന്നത്. മകനായ ഉനൈസ് പിതാവിനൊപ്പം ടീം 4B എന്ന പേരിൽ ട്രാവൽ സ്ഥാപനം നടത്തിവരികയാണ്. കോൺഗ്രസിൽ നിന്ന് 2016-ൽ PH ഉമ്മർ 17-ാം വാർഡ് മെമ്പറായി. ഇതിനിടയിലും അംബാസിഡർ കാറിന്റെ ഡ്രൈവറായി ഉമ്മർ ജീവിതയാത്ര തുടർന്നു. ഒരിടവേളയ്ക്കു ശേഷം വന്നെത്തിയ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം പേരും കാത്തിരുന്നത് ഉമ്മറിനെയാണ്. കോൺഗ്രസിലെ ചില മലക്കം മറിച്ചിലിനിടെ വാർഡ് സ്ഥാനാർത്ഥി പദം ഉമ്മറിന് നഷ്ടമായി. ഇവിടെ ഒരു സ്വതന്ത്രനായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ജനകീയ മുന്നോടിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് അണിനിരന്നു. തീർച്ചയായിട്ടും ഈ വാർഡ് നമ്മളെ കൈകളിൽ സുരക്ഷിതമായിട്ട് ഇവിടുത്തെ വോട്ടർമാർ നമ്മളെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ അന്ന് തന്നെ എൻ്റെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടും അതല്ലാതെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും പറഞ്ഞിരുന്നു. ജില്ലാ നേതൃത്വത്തിന് പോലും പരിഹരിക്കാൻ സാധ്യമല്ലാതായതോടെ വാർഡിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ഉമ്മർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി. പ്രതീക്ഷ തെറ്റിക്കാതെ PH ഉമ്മർ വിജയിച്ചത് 456 വോട്ടുകൾക്ക്. വയസ്സ് 60 പിന്നിട്ടെങ്കിലും യുവത്വം വിടാത്ത പ്രസരിപ്പാണ് ഇദ്ദേഹത്തിനുള്ളത്. സ്വന്തം അംബാസിഡർ കാറിനോടുള്ള ഇഷ്ടം അദ്ദേഹത്തിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുള്ള ചിഹ്നമായി കാർ തന്നെ ലഭിച്ചതും മറ്റൊരു യാദൃശ്ചികതയായി. ഞങ്ങളിവിടെ 52 ആൾ കൂടിയ ആ വമ്പിച്ചൊരു മീറ്റിങ്ങിൽ വെച്ച് അവർ പറഞ്ഞ ഒരു കാര്യം, ഉമ്മർക്ക എന്നെ ഇവിടെ കണ്ടുള്ളത് മുഴുവൻ കാർ ഓടിക്കുന്ന ഉമ്മർ എന്നുള്ള ലെവലില്ല. നമ്മൾക്ക് എന്തായിരുന്നാലും ഫസ്റ്റ് ഓപ്ഷൻ വെച്ചുകൊണ്ട് കാർ തന്നെ ചിഹ്നം മേടിക്കണമെന്ന് അന്ന് എൻ്റെ കൂടെ നിന്ന് എൻ്റെ അനുജന്മാരും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാ പ്രവർത്തനം കൂടി ഒറ്റ വാക്കിൽ പറഞ്ഞൊരു വാക്ക്, ഇവിടെ കാർ ചിഹ്നമായിരിക്കേണ്ട ഉമ്മർക്കാർക്ക് ചിഹ്നം മേടിക്കേണ്ടതെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാർ ചിഹ്നം ആവശ്യപ്പെട്ടതും ബഹുമാനപ്പെട്ട അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ആൾക്കാർ നമുക്ക് അത് ചിഹ്നം അനുവദിച്ച് തരികയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ആരെല്ലാം വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും മാനുഷിക പരിഗണനയോടെയാണ് വാർഡ് മെമ്പറായി പ്രവർത്തിക്കുക എന്ന് PH ഉമ്മർ പറയുന്നു. ആ ഫീച്ചർ എന്നാണെങ്കിൽ ഇവിടെ ജനകീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ജനങ്ങൾ അഭിമുഖിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വെള്ളക്കെട്ട്, അതിൽ നിന്ന് ആ ദുരിതം അനുഭവിക്കുന്ന നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റോഡുകൾ പലതും വളരെ ശോചനീയാവസ്ഥയുണ്ട്, അത് പരിഹരിക്കണം. അതുമാത്രമല്ല, ഈ കൂർമായിക്കുളം റോഡ് ഇപ്പോൾ പൊളിച്ചിട്ടിട്ട് 6 മാസമായിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ്റെ അന്നാണ് അവിടെ സോളിങ് നടന്നിട്ടുള്ളത്. ബാക്കിയുള്ള പണികളെല്ലാം ബാക്കി നിൽക്കുക. അവിടെ വാട്ടർ ലൈൻ പൊട്ടി എന്ന് പറഞ്ഞ് ഇന്നടക്കം അവിടെയുള്ള ഒരു പരാതി വീടുണ്ട്. മെമ്പറോട് പറഞ്ഞത് ശരിയാക്കാം എന്ന് പറഞ്ഞു എന്നല്ലാതെ നിലവിലുള്ള മെമ്പർ ഒന്നും ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ ജനകീയമായി ഇടപെട്ട് ജനങ്ങളിൽ എന്താണോ വിഷയം അതിലെല്ലാം ഇടപെടും. കാരണം ഞാൻ കഴിഞ്ഞ ടൈം മെമ്പറായിരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. കാരണം 2018-ൽ വന്ന പ്രളയം, അതുപോലെ കോവിഡ്, അതെല്ലാം നല്ല നിലയിൽ അഭിമുഖിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന ഒരു മെമ്പറായിരുന്നു ഞാൻ. അതിൻ്റെ ഒരു വോട്ടാണ് ഇപ്രാവശ്യം എനിക്ക് ജയിക്കാൻ കാരണമായതും കൂടി ഞാൻ പ്രതീക്ഷിക്കുക. ഡിഗ്രി പഠനം കഴിഞ്ഞ ഇളയ മകൻ നിഹാലാണ് ഉമ്മറിന്റെ ഉറ്റതോഴൻ. കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കളുടെ ധാർഷ്ട്യം ഇനിയെങ്കിലും മാറ്റണമെന്നും പിതാവിന്റെ വിജയത്തിൽ സന്തോഷമുണ്ടെന്നുമാണ് നിഹാൽ എന്ന പയ്യന്റെ പക്ഷം. യുവത്വം വിടാത്ത PH ഉമ്മറിനൊപ്പം യുവത്വത്തിലേക്ക് കടന്ന മകൻ നിഹാലും ചേരുമ്പോൾ 17-ാം വാർഡിന്റെ ജനകീയ മുഖച്ഛായയ്ക്ക് പ്രസരിപ്പ് ഏറുകയാണ്.